മണിന്റെ മുമ്പ് നിങ്ങൾ എവിടേക്ക് പോകരുത്? ഹോട്ടലിലേക്ക് പോകരുത്. 1 മണിന്റെ ശേഷം നിങ്ങൾ പോകാൻ പാടുള്ളൂ. അവിടെ കണ്ടോ? ലാ തല്ലബ് പറഞ്ഞാൽ മുഖാത്തബ് ഒരാളാണ്. ലാ തദ്ഹബ് പറഞ്ഞാലോ മുഖാത്തബ് എത്ര ആളാ? ഒരുപാട് ആളുണ്ട്. യാ ആമിന തു, അല്ലയോ ആമിന, ലാ തജ്ലിസി ഹുന, നീ ഇവിടെ ഇരിക്കരുത്. കണ്ടോ? ആമിനാനോട് ഡയറക്റ്റാ, നൂനിനെ കളഞ്ഞിട്ടാണ് ജസ്മ്. യാ ഖവാതു, അല്ലയോ സഹോദരിമാരെ, ലാ തഫ്തഹിന നവാഫിദ, നിങ്ങൾ ഏത് തുറക്കരുത്? ജനലുകളെ തുറക്കരുത്. ലാ തഫ്തഹിനോട് ജസ്മ് കാണൂല. എന്താ കാരണം? നൂനുൻ നിസ്വ. നൂനുൻ നിസ്വയാണ്. അതന്നെ. ഇങ്ങോട്ട് ഇയാള് വീണ്ടും പറയാണ്, വതദ്ഖുലുല്ലന്നാഹിയതു, നഹി ചെയ്യുന്ന ലാ പ്രവേശിക്കും, അലാ ഫിഇലിൽ ഗായിബി, ആരെ മേലും പ്രവേശിക്കും? ഗായിബിന്റെ മേലും പ്രവേശിക്കും. ആദ്യം പറഞ്ഞതോ മുഖാത്തബിന്റെ മേലിൽ പ്രവേശിക്കും. ഇപ്പൊ പറയണതോ ഗായിബിന്റെ മേലിലും പ്രവേശിക്കും. ഉദാഹരണം, ലാ യഖ്റുജ് അഹദുക്കും, നിങ്ങളിൽ ഒരാളും പുറപ്പെടരുത്, മിനൽ ഫസ്ലി, ക്ലാസ്സിൽ നിന്ന്. കണ്ടോ? യഖ്റുജ് അതേതല്ല? മുഖാത്തബല്ല. പിന്നെ ഏതാണത്? ഏതാണ്? ഗായിബാണ്. അപ്പൊ നിങ്ങൾ എന്താ പഠിച്ചത്? നെഹിന്റെ ലാ ഏതിലൊക്കെ വരും? മുഖാത്തബിലും വരും, പിന്നെ ഏതിലും വരും? ഗായിബിലും വരും. ലാ യഖ്റുജ്, ലാ യദ്രിബ് അഹദുൻ എന്നും പറയാം, ലാ തദ്രിബ് അഹദൻ എന്നും പറയാം. പറഞ്ഞത് മനസ്സിലായോ? യദ്രിബു യദ്രിബാനി യദ്രിബൂന, തദ്രിബു തദ്രിബാനി യദ്രിബീന, ഈ 6 ഗായിബ്. തദ്രിബു തദ്രിബാനി തദ്രിബൂന തദ്രിബീന തദ്രിബാനി തദ്രിബീന, ഇതാണ് മുഖാത്തബ്. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ? ഈ മുഖാത്തബിലെ ഏത് പ്രവേശിക്കുള്ളൂ? നെഹിന്റെ ലാ പ്രവേശിക്കുള്ളൂ എന്നാണ് ആദ്യം പഠിച്ചത്. അപ്പൊ അയാൾ വീണ്ടും പറയാണ്, മുഖാത്തബിന് മാത്രല്ല ഏതിലും പ്രവേശിക്കും? ഗായിബിനും പ്രവേശിക്കും. അടുത്തത് ഇൽബിത്തി ബിശക്കിൽ, അർക്കത്ത് കൊടുക്കണം. അൽ അഫ്ആലൽ ആതിയത്ത, താഴെ വരുന്ന ഫീലുകൾക്ക്. ബഅദൽ നാഹിയ, നെഹിന്റെ ലാന്റെ ശേഷം വരുന്ന ഫീലുകൾക്ക് അർക്കത്ത് കൊടുക്കുക. അർക്കത്ത് എന്താ? ഏതാ? ഫത്തഹ, കസ്റ, ലമ്മ, ജസ്മ, സുക്കൂൻ, ഏതാ? ജസ്മ്. ലാ യദ്ഖുൽ അഹദുക്കും, നിങ്ങളിൽ ഒരാളും പ്രവേശിക്കരുത്, അൽ ഫസില, ക്ലാസ്സില്, ഫി അത്നാ ഇദ്ദർസി, പാഠത്തിനിടയില്, പാടെടുക്കണതിന്റെ ഇടയിൽ ആരും എവിടെ പ്രവേശിക്കരുത്? ക്ലാസ്സില് പ്രവേശിക്കരുത്. അവിടെ കണ്ടോ? ലാ യദ്ഖുൽ ഗായിബ. ലാ യദ്ഖുൽ പറഞ്ഞ മുദാരിക്ക് എന്ത് ചെയ്തു? ജസ്മ ചെയ്തു. ലാ യദ്രിബു ബഅദുക്കും ബഅദ, നിങ്ങളിൽ നിന്ന് ചില ആളുകൾ മറ്റു ചിലരെ അടിക്കരുത്. ലാ യദ്രിബ് ബ് ബ്. ലാ തദ്ഖുലുൽ ജാമിഅത, യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിക്കരുത്. സയ്യാറത്തുൽ ഉജ്റ, ടാക്സിക്കാർ എവിടെ പ്രവേശിക്കരുത്? യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിക്കരുത്. ലാ തദ്ഖുലിൽ ജാമിഅത, യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിക്കരുത്. സയ്യാറത്തുൽ ഉജ്റ, സയ്യാറത്തുൽ ഉജ്റ എന്ന ടാക്സിക്കാർ എന്നാണ് അർത്ഥം കേട്ടോ. ടാക്സിക്കാറുകൾ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിക്കരുത്. അവിടെ കണ്ടോ? ലാ തദ്ഖുലിൽ ജാമിഅത, ലാ തദ്ഖുൽ. അവിടെ ഏതാ ഫായില്, ഏതാ മഫൂല് അറിയോ? ലാ തദ്ഖുലുൽ ജാമിഅത. സയ്യാറത്തുൽ ഉജ്റ ഏതാ ഫായില്? സയ്യാറത്ത്. ഏതാ മഫൂല്? സയ്യാറത്ത് ഫായില് അല്ല, ലാ സയ്യാറത്തിന്റെ ഫായില്. സയ്യാറത്ത് ഫായില്, ഏതാ മഫൂല്? ജാമിയത്ത. അപ്പൊ മഫൂൽ മുഖദ്ദമാണ് എന്നർത്ഥം. ലാ യക്തുബ് അഹദുൻ, ഒരാളും എഴുതരുത്, അല സബൂറത്തി, ബോർഡുമ്മേ, ബിഗൈരി ഇദ്നിൽ മുദർരിസി, അധ്യാപകന്റെ സമ്മതമില്ലാതെ. ലാ യക്തുബ് ഗായിബ്. ലാ യക്തുബി തുല്ലാബു, വിദ്യാർത്ഥികൾ എഴുതരുത്, അൽ അജ്വിബത, ഉത്തരങ്ങളെ, ബിൽ ഹിബിരിൽ അഹ്മരി, ഏത് മഷി കൊണ്ട്? ചോന്ന മഷി കൊണ്ട് ഉത്തരം എഴുതരുത് കേട്ടോ. ലാ യക്തുബ്. കണ്ടോ? ലാ യഅകുൽ അഹദുൻ, ഒരാളും തിന്നരുത്, ബിഷിമാലി, ഇടത് കൈ
കൊണ്ട് കണ്ടോ എന്തിനെ മാസികകളെ ഖാരിജൽ മക്തബത്തി ലൈബ്രറിയുടെ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ മജല്ലകളും വാരികി മാസിക ഒന്ന് പുറത്തു കൊണ്ടുപോകരുത്. പിന്നെ ലൈബ്രറിന്റെ പുറത്തേക്ക് കൊണ്ടുപോകരുത്. നമ്മളെ ചർച്ച എവിടെയാണ്? അവിടെ ലാ യഉഖുദ് അഹദുൻ. ലാ എന്നുള്ള നെഹിന്റെ ലാ, യൗഖുദ് പറഞ്ഞ മുദാരി, വായിബിന് എന്ത് ചെയ്തു? ജസ്മ ചെയ്തു. ലാ യസ്ഖർ അഹദുൻ, ഒരാളും പരിഹസിക്കരുത്, അഹദിൻ മറ്റൊരാളെ. കണ്ടോ യസ്ഖർ, യസ്ഖർ ഒക്കെ ഖുർആനിലുള്ള ആയത്തിന്റെ ഭാഗമാണ് ഒക്കെ. ലാ യസുബ്ബ അഹദുക്കും, നിങ്ങളിൽ ഒരാളും ചീത്ത പറയരുത്. അഹാ ഉൽ മുസ്ലിമ, അവന്റെ മുസ്ലിമായ സഹോദരനെ ചീത്ത പറയരുത്. ലാ യസുബ്ബ, അത് അതിന് അറബിയിൽ എന്താ പറയാ? മുലാഫ് എന്നാ പറയാ. എന്താ പറയാ? മുലാഫ്. എന്താ മുലാഫ് പറഞ്ഞ? ഐൻഫീലും ലാംഫീലും എന്തായത്? ഐൻഫീലും ലാംഫീലും എന്തായി എന്നാ പറയാ? എന്ത്? അതന്നെ ഐൻഫീലും ലാംഫീലും ഒന്നായ കെട്ടയച്ചാൽ സബബ. യസുബു കെട്ടയച്ചാൽ എങ്ങനെ ഉണ്ടാകും? യസുബുബ്. അതിനാണ് മുദാഫ്. പക്ഷെ അവിടെ ജസ്മ ഉണ്ടാവില്ല കേട്ടോ. ജസ്മ പ്രത്യക്ഷത്തിൽ ഉണ്ടാവില്ല. ലാ ഹർഫ് നഹി ജാസിം. യസുബ്ബ ഫിഇലുൻ മുദാരിഉൻ മജ്സൂമുൻ ബിസുകൂനിൽ മുഖദ്ദറത്തി അലൽ ബായി. മുഖദ്ദറത്ത കാരണം അതിൽ ഏത് വെളിവാവില്ല? ജസ്മ വെളിവാവില്ല. എന്താ അഹാ എന്നുള്ളതിന്റെ തർക്കീബ്? ലാ യസുബു ആയതുക്കും, നിങ്ങളിൽ ഒരാളും ചീത്ത പറയരുത്. അഹാഹു അവന്റെ സഹോദരനെ, അൽ മുസ്ലിമ മുസ്ലിമായ സഹോദരനെ. എന്താ അഹാഹു എന്നുള്ളതിന്റെ തർക്കീബ്? മുളാഫ്. എന്താ നസ്ബയുടെ? അത് പിന്നെ അലിഫോണ്ട്. ലാ യൻസ അഹദുൻ, ഒരാളും മറക്കരുത്. ജവാസ സഫരിഹി, ഓന്റെ പാസ്പോർട്ട് മറക്കരുത്. ലാ യൻസ അഹദുൻ, ഒരാളും മറക്കരുത്. എന്താ തർക്കീബ്? ലാ ഹർഫ് നഹി ജാസിം. യൻസ ഫിഇലുൻ മുളാരിഉൻ മജ്സൂമുൻ. എങ്ങനെ ജസ്മേ? അവസാനത്തെ കളഞ്ഞുകൊണ്ട്. അവസാനത്തെ കളഞ്ഞിട്ട്. കറക്റ്റാണ്. പിന്നെ ലാ യകുല്ലി, എന്നോട് പറയരുത്. അഹദുൻ, ഒരാളും പറയരുത്. ഫിൽ മുസ്തഖ്ബലി, ഫ്യൂച്ചറില്. എന്ത് പറയരുത്? ഇന്നി നസീതുൽ കിതാബ അബിദ്ദഫ്തറ, ഞാൻ പുസ്തകവും നോട്ട് ബുക്കും മറഞ്ഞു എന്ന് മേലാൽ ഒരാളും എന്നോട് പറയരുത്. ലാ യകുല്ലി, എന്നോട് പറയരുത്. അഹദുൻ, ഒരാളും. ഫിൽ മുസ്തഖ്ബലി, ഫ്യൂച്ചറില്. ഇന്നി നസീതുൽ കിതാബ, ഞാൻ പുസ്തകം മറന്നു. അവിദ്ദഫ്തറ, അല്ലെങ്കിൽ നോട്ട് ബുക്ക് മറന്നു എന്ന് പറയരുത്. കണ്ടോ? ലാ യഖുൽ, അവിടെ യഖൂൽ എന്നുണ്ടാവും, വാവ് പോയതാണ്. അനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, പ്രവാചകൻ പറഞ്ഞു, യാത്ര പോകരുത്. സലാസത അയ്യാമീൻ, 3 ദിവസമുള്ള യാത്ര ചെയ്യരുത്. ഇല്ലാ മഅദി മഹ്റമിൻ, വിവാഹബന്ധം നിഷിദ്ധമായവരോട് കൂടെയല്ലാതെ. പാടില്ല, ഒറ്റക്ക് യാത്ര പോകാൻ പാടില്ല. ഓള കൂടെ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ ഉണ്ടാകണം. നമ്മളെ ചർച്ച ഇവിടെ ലാ തുസാഫിർ. സാഫറ യുസാഫിറു തുസാ. പക്ഷെ കൂട്ടി വായിക്കുമ്പോ എങ്ങനെ വായിക്കണം? ലാ തുസാഫിരിൽ മർഅതു. എന്തുകൊണ്ടാ? അല്ലെങ്കിൽ അവിടെ ഏത് വരും? ഏത് വരും?
സുക്കൂൻ അക്ഷരം വരും. തുസാഫി എന്ന് പറയുമ്പോൾ റായിനും ജസ്മാണ്. അൽമർഅത്ത് പറഞ്ഞാൽ അംസക്കും ഏതാണ്? ജസ്മാണ്, സുക്കൂന. അപ്പൊ രണ്ട് സുക്കൂൻ വരാതിരിക്കാൻ നമ്മൾ എങ്ങനെ വായിക്കണം? ലാ തുസാഫിരിൽ മർഅതു. അത് മേലെ അങ്ങനെ ഉണ്ട്, ഒന്ന് രണ്ട് സ്ഥലങ്ങള് നിങ്ങൾക്ക് അറിയുന്ന ഞാൻ വിട്ടുപോയതാണ്. എന്നുള്ളത് എന്താ? വെറുപ്പാണ്. പിന്നെ പിന്നെ പ്ലസ് മുലാഫ് മഹറമീൻ. അപ്പൊ ദീ പറഞ്ഞ മുലാഫിലേക്ക് എവിടെ ചെറ്? അത് അസ്മാഉൽ ഹംസ. അസ്മാഉൽ ഹംസ കറക്റ്റ് ആണ്. അങ്ങനെ എവിടെ വന്നാലും അങ്ങനെ പറയാൻ കഴിയണം. അതാണ് ഒരു പഠനത്തിന്റെ മികവ്. റവാഉൽ ബുഖാരിയു, ഈ ഹദീസ് ആറ് റിപ്പോർട്ട് ചെയ്തിക്കണ്? ബുഖാരി റിപ്പോർട്ട് ചെയ്തിക്കണ്. റവാഹു പറയുന്നത് ഫീലാട്ടോ. റവാ റിപ്പോർട്ട് ചെയ്തു, ഹു ഹദീസിനെ, അൽ ബുഖാരിയു ബുഖാരി. അപ്പൊ റവാ എന്നുള്ളത് ഫീലാണ്, ഹു എന്നുള്ളതോ മുഖദ്ദമാണ്. അൽ ബുഖാരിയു ആണ് ഫായില്. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം. അവിടെയും കണ്ടോ അന്നർഫ് ജാറ്, അബി മജ്റൂർ പ്ലസ് മുലാഫ്, ഹുറൈറത്ത മുലാഫുൻ ഇലൈഹി. അവിടെ കണ്ടോ അബിയാനോടത്ത് എങ്ങനെ ചെറ്? അൻ അബി ഹുറൈറത്ത. ഏതുകൊണ്ട് തന്നെ അത് തന്നെയാണ്, യാവുണ്ട്. കാരണം അതേതാ? അസ്മാഉൽ ഹംസയാണ്. ഹുറൈറത്ത അത് മുലാഫിലിയ, മജ്റൂറും ബിൽ ഫത്ഹത്തി ഗൈറു മുൻസരിഫാണ്. എന്താ കാരണം? ഹുറൈറത്ത പറയുന്നത് ഏതാണ്? ഒന്ന് ഏതാണ്? അലമാണ്. മറ്റൊന്ന് ഏതുമാണ്? പെണ്ണുമാണ്, മുഅന്നസ്. എന്തുകൊണ്ടാ മുഅന്നസ് ആയത്? അവസാനം ഏതുണ്ട്? താർബൂത്തുണ്ട്. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞു, ലാ യംനഉ ജാറുൻ, ഒരയൽവാസി തടുക്കരുത്, ജാറഹു അവന്റെ മറ്റൊരയൽവാസിയെ, അയ്യഖ്രിസ ഖസബഹു അവന്റെ മരക്കഷ്ണം നാട്ടിവെക്കലിനെ, ഫീ ജിദാരിഹി അവന്റെ ചുമരുമ്മേ. എന്റെ ചുമരുമ്മേ അയൽവാസിന്റെ ഒരു മരക്കഷ്ണം നാട്ടിവെക്കലിനെ എന്താക്കാൻ പാടില്ല? തടയാൻ പാടില്ല. എന്നൊക്കെയാണ് പറഞ്ഞാൽ മതിയേ. അടി കിട്ടാൻ വേറെ എവിടേക്കെങ്കിലും പോണോ? എന്റെ വീടുമലേ അയൽവാസിന്റെ ഒരു മരക്കഷ്ണം, അത് അങ്ങനത്തെ വീടുകളേക്കാരം. കാരണം ഓന്റെ വീടിന് ചിലപ്പോ എന്തുണ്ടാവില്ല, ഒരു ഭാഗത്തേക്ക് എന്തുണ്ടാവില്ല, ചുമരുണ്ടാവില്ല. രണ്ട് വീട്ടുകാർക്കും എന്തേക്കാരം ഒരു ചുമരേ. തടയരുത്. അവ എന്തിന് തടയരുത്? അവൻ എന്താക്കലിനെ? നാട്ടിവെക്കലിനെ. ഹഷ അവന്റെ ചുമരുമേ. അവിടെ നമ്മളെ ചർച്ച എവിടെ? ലാ യംനഉ ജാറുൻ. യംനഉ എന്നുള്ളതിന് ആര് ജസ്മ ചെയ്തു? ജസ്മ ചെയ്തു. ഇനി അമാമ കുല്ലി ജുംലത്തിൻ ഫീമാ യഅതി, താഴെ വരുന്ന ജുംലന്റെ മുമ്പിലുണ്ട് ഫീലും മുലാരിയോൻ, മുലാരിയായ ഫീലുണ്ട്. ലഉഹു ആ മുലാരിനെ നീ വെക്കണം, ബിൽ ഫറാഗി ബ്ലാങ്ക് ആയ സ്ഥലത്ത്, മസ്ബൂകം ബിലൻ നാഹിയ ആ മുലാരിന്റെ മുമ്പ് ഏതുണ്ടാകും വേണം? നഹിന്റെ ലാ ഉണ്ടാകും വേണം. അഹദുക്കും ഫിത്തരീഖി വഴിയിൽ നിങ്ങളൊരാളും എന്താക്കരുത്? യജിലിസുണ്ട് കൊടുത്തിരിക്കുന്നതാ ബ്രാക്കറ്റിൽ. അപ്പൊ എങ്ങനെ പറയാ? ലാ യജിലിസ് അഹദുക്കും ഫിത്തരീഖി. ലാ യഫ്തഉ അഹദുൻ ഒരാളും തുറക്കരുത്, ബാബൽ ഫസിലി ക്ലാസിന്റെ വാതിലിനെ, ഖബില അൻ യറിന്നൽ ജറസു ഏത് ബെല്ല് മുഴങ്ങുന്നതിന്റെ മുമ്പ്.
യസൂറു യസൂറുനി. ഏതാണ് യസൂറു നീ? അതിൽ ലാമ നെയ്ന്റെ ലാനം കടത്തുമ്പോ എങ്ങനെയാ പറയാ? ലാ പറയ്. ലാ യസുർ. ലാ യസുർനി. എന്താ അർത്ഥം? എന്നെ എന്താക്കരുത്? സന്ദർശിക്കരുത്. അൽ യൗമ ഇന്ന്. അഹദുൻ എന്താ? ഒരാളും ഇന്ന് എന്നെ എന്താക്കാൻ പാടില്ല? സന്ദർശിക്കാൻ പാടില്ല. അപ്പൊ യസൂറൂന്ന് നെഹിന്റെ ലാ എടുക്കുമ്പോ എങ്ങനെയാ പറയാ? ലാ യസുറുനി, ലാ യസുർനി, എന്നെ സന്ദർശിക്കരുത്. അൽ യൗമ ഇന്ന് അഹദുൻ ഒരാളും. അതില്ലല്ലോ എന്റെ ബുക്കില് ഇല്ലേ? മറ്റേ രണ്ടെണ്ണം ഉണ്ടോ? ഓ നാലാം. അതിന്റെ അടുത്ത എന്താ ഉള്ളത്? അതിന്റെ അടുത്തുള്ളത് അൽ ജാസിമു ഫീലൻ വാഹിദൻ അർബാത്തു അല്ല, അഹ്റുഫി. വേറെ കുറെ ഉദാഹരണങ്ങളില്ല അതിന്റെ മേലെ? ഇല്ല. ആരിലും ഇല്ലേ? ഞാൻ ഈ വായിക്കണത് ആരിലും ഇല്ല. യനാമു, യബ്ക, യജ്ലിസു, യദ്ഖുലു, യസ്ഖുറു, യർഫഉ, തക്തുബു. ആരിലും ഉണ്ടെങ്കിൽ ഉണ്ട് അറിയാം, അല്ലെങ്കിൽ ഇല്ല അറിയാം. വെറുതെ ഉണ്ടാക്കല്ലേ. ഉണ്ടോ അല്ലേ? ഇതിന്റെ താഴെ ഉണ്ട് ഉസ്താദെ. പിന്നെ ആ കുറച്ച് സെന്റൻസ് കഴിഞ്ഞിട്ട് പകുതി കഴിഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞതൊക്കെ ഉണ്ട്. അപ്പൊ ലാ യനാമു എന്നാണ്. അപ്പൊ അതിൽ ലാ കിടക്കുമ്പോ എങ്ങനെയാ പറയാ? യനാം എന്ന് പറയാൻ പാടില്ല. അലിഫ് പോണം. എന്താ അർത്ഥം? ഒരാളും ഉറങ്ങരുത് ഫിൽ ഫസ്ലി ക്ലാസ്. എന്താ യനാം എന്ന് പറയാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? ലാ വന്നാൽ യനാം ആവും. അതിന്റെ മുമ്പുള്ള അലിഫിന് ഓൾറെഡി ഏതുണ്ട്? സുക്കൂനുണ്ട്. അപ്പൊ എത്ര സുക്കൂൻ വരും? രണ്ടെണ്ണം വരും. അതുകൊണ്ടാ പറയുന്നത്. ഒരാളും അവസാനത്തെ പീരീഡിന് ശേഷം ഒരാളും ക്ലാസ്സിൽ അവശേഷിക്കരുത്. അതിൽ ലാ കിടക്കുമ്പോ എങ്ങനെ പറയാ? ഏത് പോകും? അലിഫ് പോകും. കാരണം എന്താ? ബക്കായ ബുക്ക എന്നുള്ളത് ആക്രമണത്തല്ലേ? അപ്പൊ ജസ്മിനും വേണ്ടി ഏത് പോണം? അവസാനത്തെ അക്ഷരം പോണം. അപ്പൊ ലാ യബ്ക അഹദുൻ, ഒരാളും അവശേഷിക്കരുത്, ഫിൽ ഫസിലി ക്ലാസ്സില്, ബഅദൽ ഹിസ്സത്തിൽ അഖീറ, അവസാനത്തെ പീരീഡിന് ശേഷം. 6 യജ്ലിസു, ഇരിക്കരുത് എന്നാ. ലാ യജ്ലിസി സുവാറു, വിസിറ്റേഴ്സ് ഇരിക്കരുത്. ഇന്ദൽ മരീദി, ആരടുക്കല്? രോഗിയുടെ അടുക്കൽ വിസിറ്റേഴ്സ് ഇരിക്കരുത്. അക്സറ മിൻ റുബഇ സാഅത്തിൻ, എത്ര? കാ മണിക്കൂറിലധികം. അവിടെ കണ്ട ലാ യജ്ലിസി സുവാറു. പിന്നെ അതേപോലെ ലാ യജ്ലിസി തുല്ലാബു, വിദ്യാർത്ഥികൾ ഇരിക്കരുത്. കാഅത്തൽ ഇംതിഹാനി, പരീക്ഷാ ഹാളിൽ വിദ്യാർത്ഥികൾ ഇരിക്കരുത്. ഖബില സാഅത്തി സാബിഅ, 7 മണിന് ശേഷം. രണ്ടോടത്തും ഉണ്ട് കേട്ടോ. ലാ യജ്ലിസി സുവാറു, ലാ യജ്ലിസി തുല്ലാബു. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയണതാ. ലാ യസ്ഖർ ബഅദുക്കും ലാ യർഫഉ അഹദുൻ, ഒക്കെ നെഹിന്റെ ലാ ചേർത്ത് കൊടുക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. ലാ അതിലിപ്പോ എവിടെ വ്യത്യാസം ഉണ്ടാകുക? അത്താലിബാത്തു, അവിടെ അങ്ങനെ തന്നെ. ലാ തക്തുബി താലിബാത്തു, വിദ്യാർത്ഥിനികൾ എന്താക്കരുത്? എഴുതരുത്. അസ്മാഅഹുന്ന, ഉത്തരം എഴുതുന്ന നോട്ട് ബുക്കുകളിൽ പേരെഴുതി വെക്കരുത്. പ്രശ്നമില്ല. നോക്കിക്കോളി. അൽ ജാസിമു ഫിഇലൻ വാഹിദൻ, ഒരു ഫിഇലിന് ജസ്മ് ചെയ്യുന്ന അക്ഷരങ്ങൾ
അർബഅതു അഹ്റൂഫിൻ. എത്ര അക്ഷരങ്ങളാ? 4 അക്ഷരം. അപ്പൊ എന്താ അർത്ഥം? അൽ ജാസിമു, ജസ്മ് ചെയ്യുന്നത്. ആർക്ക്? ആർക്ക്? ഫിഇലൻ വാഹിദൻ. ആർക്ക്? ഒരു ഫിഇലിന് ജസ്മ് ചെയ്യുന്നത് അർബഅതു അഹ്റൂഫിൻ. എത്ര അക്ഷരങ്ങളാ? 4 അക്ഷരങ്ങളാണ്. 4 അക്ഷരങ്ങളാണ്. ഏതാണ് ആ 4 അക്ഷരം? വഹിയ, ആ 4 അക്ഷരങ്ങൾ ഒന്നിലം. ഏതാണ്? ഏതാണ്? ലം. ലമ്മാണ്. ലം ലമ്മ ലാമുൻ ലംരി. ആ ലാമുൻ ലാമുൻ നഹി. അതൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ എന്നോ പഠിച്ചതാ. ആ കമാഫി കൗലി താല, പടച്ചോൻ പറഞ്ഞില്ലേ, അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫത്തൈൻ. അലം നജ്അൽ ലഹു, അവന് നാം നൽകിയില്ലേ, ഐനൈനി, അവന്റെ 2 കണ്ണുകളെ, വലിസാനൻ 2 ചുണ്ടുകളെ, ഒരു നാവിനെ നാം നൽകിയില്ലേ, വശഫത്തൈനി, അവന്റെ 2 ചുണ്ടുകളെയും നാം നൽകിയില്ലേ. എന്താ തർക്കീബ്? ഹംസർഫ്, ഇസ്തിഫ്ഹാം. ലമ്മർഫ്, ജസ്മി. പോരട്ടെ. ഖിയാമത്ത് 1-ാം തീയതി വരെ ലമ്മ എവിടെ കണ്ടാലും പറയേണ്ട വാചകാണത്. ലമ്മർഫി ജസിമിൻ വനഫിയിൻ വഖൽബിൻ. നജ്അൽ ഫിഇലുൻ മുളാരിഉൻ മജ്സൂമുൻ ബിസ്സുകൂൻ. ഫായിൽ ലമീർ മുസ്തതിർ. ആരാ മുസ്തതിർ? നഹ്നു. നഹ്നു. അപ്പൊ നജ്അൽ ഫീലുണ്ട് ഫായിലുണ്ട്. ലഹു, അവന്. എന്താ തർക്കീബ്? ജാർ മജ്റൂർ. ഐനൈനി, 2 കണ്ണുകളെ നൽകിയില്ലേ. എന്താ ഐനൈനിന്റെ തർക്കീബ്? മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബിൽ യാഇ. മഫ്ഊലുൻ മൻസൂബുൻ ബിൽ യാഇ ലിഅന്നഹു എന്താ? മുസന്ന. വലിസാനൻ, ഒരു നാവിനെയും നൽകിയില്ലേ. അതിൽ ഐനൈനിമക്ക് അത്ഫ. പക്ഷെ ലിസാൻ എന്നുള്ളത് മുഫ്രദായതുകൊണ്ട് എന്തുകൊണ്ടാ നസ്ബ്? ലിസാനൻ എന്ന് പറയുമ്പോ എന്തുകൊണ്ടാ നസ്ബ്? ഫതഹത്തോണ്ട്. എന്തുകൊണ്ട്? ഫതഹത്തോണ്ട്. വശഫത്തൈനി, 2 ചുണ്ടുകളെയും നൽകിയില്ലേ. അവിടെ ആവണ്ട തന്നെ നസ്ബ്. രണ്ടാമത്തത് ലമ്മ. കമാഫി ഖൗലി തആല, അല്ലാഹുവിന്റെ വാക്കിലുണ്ട്, വലമ്മ യദ്ഖുലുൽ ഈമാനു, ഇതുവരെ ഈമാൻ പ്രവേശിച്ചിട്ടില്ല, ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇതുവരെ ഈമാൻ പ്രവേശിച്ചിട്ടില്ല. ലമ്മ ലമ്മ യദ്ഖുൽ. പക്ഷെ ഇവിടെ ഓതേണ്ടത് യദ്ഖുലി എന്നാട്ടോ. എന്തുകൊണ്ട്? അല്ലീമാനോട് തൊട്ടുള്ള ഹംസക്ക് ഏതുണ്ട്? സുക്കൂനുണ്ട്. അപ്പൊ 2 സുക്കൂൻ വരാതിരിക്കാൻ എങ്ങനെ ഓതണം? ലമ്മാ ലം യദ്ഖുലിൽ ഈമാനു. ഈമാനു എന്നുള്ളത് ഫായില്. മൂന്നാമത്തിൽ നാഹിയറിനെ വിരോധിക്കണം കേട്ടോ. നാഹിയറിന് എന്താ? വിരോധിക്കുന്നല. നാഫിയറിനെ തടയണല. നഹി പറഞ്ഞാല് വിരോധിക്കുക, നഫി പറഞ്ഞാൽ തടയുക. കമാഫി ഖൗലിഹി അബൂബക്കർ, താങ്കൾ ദുഃഖിക്കണ്ട, കാരണം ഇന്നല്ലാഹ മഅനാ, തീർച്ചയായിട്ടും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഇറാഖുവയിൽ വെച്ചിട്ടേ മുശ്രിക്കുകൾ നബിനെ പിടിക്കാൻ വന്നപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മളെപ്പ പിടിക്കും. അപ്പൊ നബി അദ്ദേഹത്തോട് പറഞ്ഞ വാചക, ലാ തഹ്സൻ, അബൂബക്കർ താങ്കൾ ദുഃഖിക്കരുത്, ഇന്നല്ലാഹ മഅനാ, തീർച്ചയായിട്ടും അല്ലാഹ് നമ്മളുടെ കൂടെയുണ്ട്. എന്താ തർക്കീബിൽ ആർഫി? നഹി ജാസിം. തഹ്സൻ ഫിഇലുൻ മുളാരിഉൻ മജ്സൂമുൻ ബിസ്സുകൂൻ. ഇന്നർഫ് തഅക്കീദ്. അല്ലാഹ ഇസ്മു ഇന്ന.
മഅന മഅ ളർഫ് മുളാഫ് നാ മുളാഫുൻ ഇലൈഹി ഖബറു മുളാഫുൻ ഇലൈഹി അതോടൊപ്പം ഏതുമാണ് ഖബറു ഇന്ന ഖബറു ഇന്ന. ലാമുൽ അംരി നാലാമത്തത് അംറിന്റെ ലാമാണ്. കമാഫി കൗലി തആല പടച്ചോൻ പറഞ്ഞില്ലേ ഫൽയൻദുറിൽ ഇൻസാനു ഒരു മനുഷ്യൻ നോക്കട്ടെ ഇലാ തആമിഹി അവന്റെ ഭക്ഷണത്തിലേക്ക് അവൻ നോക്കിക്കൊള്ളട്ടെ. അപ്പൊ ലാമർഫ് ലാമുൽ അംറ് ജാസിം എങ്ങനെയാ പറയാ? പള്ളി എന്ന് പറയുന്നിടത്തുള്ള ലാമിന്റെ പേരെന്താണ്? ലാമുൽ അംറ് ജാസിം. യൻദുർ ഫിഅലുൻ മുളാരിഉൻ മജ്സൂമുൻ ബി സുകൂൻ അൽ ഇൻസാനു മനുഷ്യൻ നോക്കട്ടെ എന്താ? ഫായില്. ഇലാ തആമിഹി അവന്റെ ഭക്ഷണത്തിലേക്ക്. ഇലാർഫ് ജാറ് തആമി മജ്റൂർ പ്ലസ് മുളാഫ് മുളാഫ്. പിന്നെ ബാക്കിയുള്ളത് അതിൽ പറയുന്നത് എന്താ വെച്ചാല് ഹാത്തി സലാത്ത അംസില ലൻ നാഹിയ ദാഖിലത ലാ ഫീലിൽ മൂന്ന് നെഹിന്റെ ലാന്റെ ഉദാഹരണം പറയാം. ലാ യദ്രിബി ലാ യക്തുബി ലാ യജ്ലിസി ലാ യദ്ഹബി ലാ തനം. പിന്നെ കേട്ടോ. അപ്പൊ ലാ യൻദുർ അഹദുൻ ലാ യക്തുബ് അഹദുൻ ലാ യജ്ലിസ് അഹദുൻ. അല്ലെങ്കിലോ ലാ യഅകുൽ അഹദുൻ. അതാണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കുക. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു എനിക്ക് മനസ്സിലാകണില്ല എന്ന് പറഞ്ഞപ്പോഴേ ഒരു സെന്റൻസ് നമ്മൾ വായിച്ചില്ലേ? ഇഖ്റഉഹു മറത്തൻ ഉഖ്റാ തഫ്ഹംഹു. അംറിന്റെ ജവാബില് നെഹിന്റെ ജവാബിലൊക്കെ മുളാരിയായ ഫീലിന് എന്തുണ്ടാവും മക്കളെ? ജസ്മുണ്ടാവും. അതിന് ആ പാഠത്തിൽ പഠിപ്പിച്ചത് ആദ്യം ഇവിടെ നോക്കിക്കോളീം. ഇഖ്റ എടോ നീ വായിക്ക് ആ പാഠത്തെ മറത്തൻ ഉഖ്റ മറ്റൊരു പ്രാവശ്യം കൂടി. അങ്ങനെ നീ വായിച്ചാൽ ആ പാഠത്തെ നീ എന്താക്കും? ഗ്രഹിക്കും. അവിടെ കണ്ടങ്ങള് അവിടെ ഒരു ഷർത്തിന്റെ ഫീലിനെ കളഞ്ഞിക്കണ്. ഇങ്ങനെ വരുന്നീന് തൊലബിന്റെ ജവാബ് എന്നാ പറയാ. ഇതിന്റെ ജവാബ് അതായത് അംറ് ഫീലി നഹി ഇവകളുടെ ജവാബിൽ വരുന്ന മുളാരി ആയ ഫീലിന് എന്തുണ്ടാവും? ജസ്മ് ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്തുണ്ട്? തഫ്ഹം എന്നുള്ളതിന് എങ്ങനെ ജസ്മ് കിട്ടിയത്? അതിന്റെ മുമ്പ് ഒരു ഫീലിന് എന്ത് ചെയ്തിക്കണം? അവിടെ ജസ്മീ കളഞ്ഞിക്കണേ. എങ്ങനെ? ഇഖ്റഉഹു ഈ പാഠത്തെ നീ വായിക്ക്. നീ വായിച്ചാൽ ഇൻ തഖ്റഉഹു അവിടെ ഇതിനെ കളഞ്ഞുപോയി. ഇന്നല്ലേ? ഓ അനക്ക് മനസ്സിലായിട്ടില്ലേ? അതായത് അംറിന്റെയും നെഹിയുടെയും ജവാബിൽ മുളാരിയായ ഫീലിന് എന്ത് കിട്ടും? ജസ്മ് കിട്ടും. അതാണ് ഇതിൽ പറയുന്നത്. ഉദാഹരണം പറഞ്ഞാല് എത്രയായി? ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. നമുക്ക് ബോർഡിൽ എഴുതിയെടുക്കേണ്ട 3-4 കാര്യങ്ങളൊന്നുമില്ല. ആ വിഷയം തന്നെയാണ്. അംറ് വരും. ആ അംറിന്റെ ജവാബിൽ ആർക്ക് ജസ്മ് ഉണ്ടാകും? മുളാരിയ ഫീലിന് ഏത് കിട്ടും? ജസ്മ് കിട്ടും. അപ്പൊ അവിടെ ഏതിനെ കളഞ്ഞു പോയിട്ടുണ്ടാകും? ഒരു ഷർത്തിനെയും ഒരു ഫീലിനെയും കളഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇഖ്റഉഹു നീ അതിനെ വായിക്ക്. അപ്പൊ നമ്മൾ അവിടെ സങ്കല്പിക്കും എങ്ങനെ? ഇൻ തഖ്റഉഹു നീ അതിനെ വായിച്ചാൽ. അത് കളഞ്ഞിക്കണേ, ഷർത്ത് കളഞ്ഞു.
പക്ഷെ ഏത് വാക്കിയുണ്ട്? ഷർത്ത് കളഞ്ഞിട്ട് ഏത് വാക്കിയുണ്ട്? ജവാബ് ജവാബ് വാക്കിയുണ്ട്. ആ ജവാബാണ് ഏത്? തഫ്ഹംഹു. അപ്പൊ ഈ അതല്ലേ അതിനോട് ചോദിച്ചത്, ഇന്ന് രണ്ട് ഫീലിന് ജസ്മ ചെയ്യുന്നല്ലേന്ന്. അവിടെ ഇന്നല്ല ചർച്ച. ചർച്ച അതല്ല, അതുകൊണ്ടല്ല അങ്ങനെ വന്നിണ്ടായ. അങ്ങനെ തന്നെ വന്നത്. ഇവിടെ ചർച്ച ത്വലബിന്റെ ജവാബ്. ത്വലബ് പറഞ്ഞ അംറ് പെട്ടു, നഹി പെട്ടു, അതേപോലെ തന്നെ ഇസ്തിഫാമ്, തമന്നി, ഇതൊക്കെ ത്വലബ. ഇതിന്റെ ജവാബ് വരുമ്പോ മുളാരി ആഫീലിന് ഏതുണ്ടാവും? ജസ്മ് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. അതും ഖുർആനില് ഇഷ്ടംപോലെയുള്ള സ്ഥലങ്ങളിൽ കാണാം. റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ മുസമ്മ. അജലിൻ ഖരീബ്. ഫഅസ്സദ്ദഖ. അവിടെയൊക്കെ അതിൽ പെട്ടതാ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം. വൈത്താം